വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ വീഡിയോ നമ്മുടെ RRB ടീച്ചർ എക്സാം എഴുതാൻ നിൽക്കുന്ന എല്ലാവരും മുഴുവനായിട്ട് കാണുവാൻ അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണോ എനിക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആണോ അങ്ങനെ പറയാം. ഏത് രീതിയിലാണോ നമുക്കിതിനെ തരംതിരിക്കാം. ഓക്കെ, അതായത് ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇത്തരത്തിലുള്ള 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് KVS കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, DSSP കുറിച്ചുള്ള വീഡിയോസ്, NVS, EMRS, അതുപോലെ തന്നെ RRB റെയിൽവേ ടീച്ചർ, ഇത്തരത്തിലുള്ള എക്സാം വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണ്. പക്ഷെ അതൊരു സ്പെസിഫിക്കേഷൻ ഇല്ലാതെ ടോട്ടലായിട്ട് നമ്പേഴ്സ് എടുത്തുകൊണ്ട് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മുൻ വർഷങ്ങളിലെ പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫുമായിട്ട് മുൻ കാലഘട്ടങ്ങളിൽ നടന്ന RRB, ഇവിടുത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് RRB റെയിൽവേ ടീച്ചറിന്റെയാണ്. RRB റെയിൽവേ ടീച്ചറിന്റെ എക്സാമിന്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ വരാൻ പോകുന്ന RRB റെയിൽവേ എക്സാം എങ്ങനെ അനലൈസ് ചെയ്യാം, നിങ്ങൾ എത്രത്തോളം പഠിക്കണം, ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവര് എത്രയും കൂടി ഇനി കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. എന്നാലും അല്പസമയം എടുക്കും. തീർച്ചയായിട്ടും RRB റെയിൽവേ ടീച്ചർ എഴുതുന്ന ഉദ്യോഗാർത്ഥികള്, സുഹൃത്തുക്കള്, നിങ്ങളുടെ സുഹൃത്തുക്കള്, അവരിലേക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും എത്തിക്കുക, അതിനുവേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ടീച്ചർ വേക്കൻസികൾ, അതർ വേക്കൻസികൾ, സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് വേക്കൻസി, മറ്റതർ വേക്കൻസികൾ, ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അതിനുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ്, അത് പെയ്ഡ് ഉണ്ട്, നോൺ പെയ്ഡ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം RRB ടീച്ചറിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും കാണുക. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചെന്നൈ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, ചെന്നൈയിൽ എത്രത്തോളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ, അതിൽ ഓരോ കാറ്റഗറി ബേസ് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ചെന്നൈയില് കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ RRB ടീച്ചർ വേക്കൻസിയിൽ ചെന്നൈയിലെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെന്നൈയിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത്. ചെന്നൈയിലെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് TGT ആൻഡ് PGT എന്ന് പറയുന്നത് 65 മുതൽ 69 വരെയുള്ള, അതായത് 65-നും ചെന്നൈ പല വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ആവറേജ് എടുത്തുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ചെന്നൈയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65-69 ഗ്രേഡ്. ഈ ഒരു ഗ്രേഡിലായിരുന്നു കഴിഞ്ഞ തവണത്തെ ചെന്നൈയിലെ TGT PGTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെക്കാളും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണത്തെക്കാളും ആപ്ലിക്കൻസ് ഉണ്ട്, കഴിഞ്ഞ തവണത്തെക്കാളും കോമ്പറ്റീഷൻ കൂടുതലുമാണ്, ഒരുപാട് പേര് അറിഞ്ഞ വേക്കൻസിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതായത് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ 65 എന്നുള്ളത് കുറച്ച് ഉയർത്താനായിട്ട്, അല്ലെങ്കിൽ 65-69, അല്ലെങ്കിൽ 65-70 എന്നുള്ളത് ഒരു 70-75 അല്ലെങ്കിൽ 75 to 80 എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം. രണ്ടാമത് PRTയുടെ കട്ട് ഓഫിലേക്ക് വരുമ്പോഴത്തേക്ക്, ചെന്നൈയിലെ PRT പ്രൈമറി ടീച്ചറിന്റെ കട്ട് ഓഫിൽ വരുമ്പോഴത്തേക്ക് അതും ഇതേ ലെവലിൽ തന്നെയാണ്. 65-69
ലെവലിലാണ് നിന്നത് കട്ട് ഓഫ്. ഇതും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചെന്നൈയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രേഡിൽ തന്നെ ഒന്നുകിൽ 70, 75 അല്ലെങ്കിൽ 75, 80 എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുക. കാരണം ആപ്ലിക്കൻസ് കൂടുതലാണ്. കൂടുതൽ മീൻസ് കഴിഞ്ഞ വർഷത്തേക്കാളും ആപ്ലിക്കൻസ് കൂടുതലാണ്, വേക്കൻസിയും കൂടുതലാണ്. ഓക്കെ, അപ്പം ആ ഒരു ലെവലിലേക്ക് നോക്കുക ചെന്നൈയുടെ കാര്യം. ഇനി ചെന്നൈ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അതായത് മലയാളികള് അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യം വെച്ചാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. രണ്ടാമതായിട്ട് പറയേണ്ടത് ബാംഗ്ലൂരാണ്. ചെന്നൈ കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തത് രണ്ടാമതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ബാംഗ്ലൂരാണ് അല്ലെ? ബാംഗ്ലൂരാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പൊ ബാംഗ്ലൂരിന്റെ കഴിഞ്ഞ തവണ ബാംഗ്ലൂര് പോസ്റ്റ് വിളിച്ച സമയത്ത്, അതായത് ഇതിന്റെ മുന്നിലുള്ള 2019 എക്സാമില് ഇതിന്റെ പോസ്റ്റ് വിളിക്കുമ്പോഴത്തേക്ക് TGT PGT മാത്രമേ ബാംഗ്ലൂർ വിളിച്ചിട്ടുള്ളായിരുന്നു. TGT ആൻഡ് PGT ഇത് രണ്ടും മാത്രമായിരുന്നു ബാംഗ്ലൂരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ TGTയുടെയും PGTയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് 77 77 നോക്കിക്കോളണം. ഇപ്പോഴും വളരെ കുറവാണ് അവിടുത്തെ ആപ്ലിക്കന്റ്. മുൻപും അതുപോലെ തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ വേക്കൻസി കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ PRT അവിടെ ഇല്ലായിരുന്നു. PRT അവിടെ വിളിച്ചിട്ടില്ല. ഈ ബാംഗ്ലൂരിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ സ്കൂളാണ്. ബാംഗ്ലൂരിന്റെ പ്രത്യേകത തന്നെ ബാംഗ്ലൂർ റെയിൽവേ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RRB, അതായത് അവിടുത്തെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് സ്കൂളും അതുപോലെ തന്നെ KVSും കൂടി സംയോജിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളാണ് ഇവിടെ ഉള്ളത്, ഈ ബാംഗ്ലൂരിലെ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാംഗ്ലൂരിലെ സ്കൂൾ എന്ന് പറയുന്നത് അതായത് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ എന്താ പറയാ റെയിൽവേ കോളനി ബാംഗ്ലൂരു, MC റെയിൽവേ കോളനി ബാംഗ്ലൂരു എന്നാണ് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ MC റെയിൽവേ കോളനി ബാംഗ്ലൂരു എന്നാണ് ആ സ്കൂളിന്റെ പേര് തന്നെ. അപ്പൊ രണ്ടും കൂടി കൺജോയിൻ ചെയ്ത് KVSും RRBയും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ് ബാംഗ്ലൂരിലെ സ്കൂള്. അപ്പൊ 77 കഴിഞ്ഞ തവണത്തെ TGT ആൻഡ് PGT 77. അപ്പൊ ഇപ്പൊ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 77 എന്ന് പറയുന്നത് ഒരു 10 മാർക്ക് മുകളിലേക്ക് നിങ്ങൾ നോക്കുക. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, രണ്ടാമത് ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ മറ്റുള്ള റെയിൽവേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെട്ടെന്ന് പറഞ്ഞു പോവാം, വളരെ സമയം അധികരിച്ചെടുക്കുന്നില്ല. ഓക്കെ, ബിലാസ്പൂരിൽ നമ്മളെ കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബിലാസ്പൂരിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് TGT ആൻഡ് PGT എന്ന് പറയുന്നത് TGTയുടെയും PGTയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് 66-70 ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന കട്ട് ഓഫിൽ നിന്നും ഒരു 10 മാർക്കെങ്കിലും ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന കട്ട് ഓഫ്. കാരണം ശരിയാണ്, വേക്കൻസികൾ കൂടുതലുണ്ട്, അതോടൊപ്പം തന്നെ ആപ്ലിക്കൻസും കൂടുതലുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും. ഓക്കെ, അതല്ല കോമ്പറ്റീഷൻ കൂടുതലാണ്. ഒത്തിരി പേര് മുൻകാലഘട്ടങ്ങളിൽ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2019 വിളിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ? പലരും അറിഞ്ഞു കാണത്തില്ല. അപ്പൊ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ പ്രചാരം കിട്ടി, കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൂടുതൽ പേര് നമ്മളെ ഇവിടെ തന്നെ 10,000 പേര് പഠിക്കുന്നുണ്ട്. അപ്പം അത്രയും പോപ്പുലാരിറ്റി അതിന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കൂടും. കാരണം അതിന് സബ്ജക്ട് വൈസ് ടോപ്പിക്കുകളൊന്നും തന്നെ പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു എല്ലാ കട്ട് ഓഫിൽ നിന്നും ഒരു 10 മാർക്ക് ഇൻക്രീസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ജോലി എന്നുള്ളത് തീർച്ചയായിട്ടും 100% ഉറപ്പുവരുത്തുവാൻ പറ്റുന്നത്. ഓക്കെ, അതില് ബിലാസ്പൂരിൽ PRT എന്ന് പറയുന്നത്, PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 67-72 ആയിരുന്നു. PRT 62-77 ആയിരുന്നു ബിലാസ്പൂരിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഭോപ്പാലാണ്. ഭോപ്പാലില് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭോപ്പാലിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് TGT ആൻഡ് PGT എന്ന് പറയുന്നത് TGT ആൻഡ് PGT എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 68-72 ആയിരുന്നു. 68-72 ആയിരുന്നു TGTയുടെയും PGTയുടെയും കട്ട് ഓഫ്. ഭോപ്പാലില് PRT എന്ന് പറയുന്നത്, PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64-68 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 64-68 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭോപ്പാലിലെ കാര്യം കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഗോരഖ്പൂർ ആണ്. ഓക്കെ, ഗോരഖ്പൂരിലേക്ക് വരുമ്പോൾ
ഗോരഖ്പൂരിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് TGT ആൻഡ് PGTയുടെ കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ TGT ആൻഡ് PGTയുടെ കട്ട് ഓഫ് നോക്കുമ്പോഴത്തേക്ക് 64, 68 ആണ്. അതായത് മുകളിലത്തെ ഭോപ്പാലിലെ PRTയുടെ കട്ട് ഓഫ് ആയിരുന്നു. അവിടെ TGT PGTയുടെ കട്ട് ഓഫ് 64, 68. അതുപോലെ തന്നെ PRT ഉണ്ടായിരുന്നു. അവിടെ PRT ഉണ്ടായിരുന്നു. PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് PRT കട്ട് ഓഫ് എന്ന് പറയുന്നത് 67, 71 ആയിരുന്നു. 67, 71 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോരഖ്പൂരിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി ഗോരഖ്പൂർ കഴിഞ്ഞാൽ പിന്നെ അധികം വേക്കൻസി ഉണ്ടായിരുന്നത് ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഗുവാഹത്തിയിൽ നമ്മളെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗുവാഹത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് PRT അവിടെ TGT PGT ഇല്ല. അവിടെ 2 ബാച്ച്, അതായത് 2 തരത്തിലുള്ള സ്കൂളുകൾ. ഒന്ന് ഇംഗ്ലീഷ് മീഡിയം PRT ആണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ വിളിച്ചിരുന്നത് PRT ആണ്. PRTയിൽ ഇംഗ്ലീഷ് മീഡിയവും വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ഹിന്ദി മീഡിയം ഉണ്ടായിരുന്നു. PRT പ്രൈമറി ടീച്ചറിന്റെ ഇംഗ്ലീഷ് മീഡിയം ഹിന്ദി മീഡിയം ഉണ്ടായിരുന്നു. അതിൽ PRT ഇംഗ്ലീഷ് മീഡിയത്തിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64, ഹിന്ദി മീഡിയത്തിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 ആയിരുന്നു. ഹിന്ദി മീഡിയത്തിലെ കട്ട് ഓഫ് 72, ഇംഗ്ലീഷ് മീഡിയത്തിലെ കട്ട് ഓഫ് 64 ആയിരുന്നു ഗുവാഹത്തിയിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഗുവാഹത്തി. ഇനിയുള്ളത് അധികം വേക്കൻസി, ഏറ്റവും കൂടുതൽ സ്കൂളുകളൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്തയാണ്. അപ്പൊ കൊൽക്കത്ത, കൊൽക്കത്തയും മാൽട്ടയും. ഓക്കെ, അപ്പൊ കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ കൊൽക്കത്തയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, കൊൽക്കത്തയിലും ഇതേപോലെ തന്നെ അന്ന് വിളിച്ചിരുന്ന സമയത്ത് PRT ആണ് വിളിച്ചത്. PRT ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ഹിന്ദി മീഡിയം. ഓക്കെ, PRT ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയം ആണ് വിളിച്ചത്. അതിൽ PRT ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64, PRT ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കട്ട് ഓഫ് കൊൽക്കത്തയിൽ 64, ഹിന്ദി മീഡിയത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 71 ആയിരുന്നു. ഓക്കെ, ഹിന്ദി മീഡിയം കട്ട് ഓഫ് എന്ന് പറയുന്നത് 71 ആയിരുന്നു. ഇനി മാൾഡ. ഓക്കെ, മാൾഡയിലേക്ക് വരുമ്പോൾ മാൾഡയുടെ കട്ട് ഓഫ്, കഴിഞ്ഞ തവണത്തെ മാൾഡയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, മാൾഡയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. മാൾഡ TGT PGT കഴിഞ്ഞ തവണയും വിളിച്ചിരുന്നു. TGT PGTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69, 73, 69, 73. PRTയുടെ കട്ട് ഓഫ് 71, 74, 74. ഇത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാകാത്തവർ ആദ്യ ഭാഗം സ്കിപ്പ് ഒന്നും ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, ഇനി ഞാൻ അത് വിശദീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ മാൾഡ PRT ഹൈ കട്ട് ഓഫ് ആണ്, 71, 74ലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മാൾഡയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പലരും നമ്മളിവിടെ തന്നെ ക്ലാസ്സിലുള്ളവർ തന്നെ പലരും അപ്ലൈ ചെയ്തിരിക്കുന്ന മുംബൈ അല്ലെ, മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയുടെ കട്ട് ഓഫ് TGT ആൻഡ് PGT, PGTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66, 72 ആണ് കട്ട് ഓഫ്. മുംബൈയുടെ TGT PGT കട്ട് ഓഫ്. മുംബൈയുടെ PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69, 73. നേരത്തെ മാൾഡയുടെ പറഞ്ഞ പോലെ ഹൈ കട്ട് ഓഫ് ആണ്, 69, 73. അപ്പൊ ഇപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി മുംബൈയുടെ കേസിൽ. ഓക്കെ, മുംബൈയുടെ കേസിൽ. പിന്നെ ഉള്ളത് ബീഹാറിൽ പാറ്റ്ന അല്ലെ, ബീഹാറിലെ പാറ്റ്ന ഉണ്ടായിരുന്നു. പാറ്റ്നയിലേക്ക് വരുമ്പോഴത്തേക്ക് പാറ്റ്നയില് PRT ഇല്ല, ഓൺലി TGT ആൻഡ് PGT ആണ് കഴിഞ്ഞ വർഷം എക്സാം നടന്നത്. അപ്പൊ TGT PGTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പാറ്റ്നയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറഞ്ഞ കട്ട് ഓഫ് ആയിരിക്കുന്നു, അല്ല, ഹൈ കട്ട് ഓഫ് തന്നെയായിരുന്നു. 73, 76 ആയിരുന്നു പാറ്റ്നയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. PRT എന്ന് പറയുന്നത് അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, പാറ്റ്നയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഒക്കെ ഉള്ള അല്ലെ ഒരു സ്ഥലമായിരുന്നു പ്രയാഗ്രാജ് എന്ന് പറയുന്നത് അല്ലേ, പ്രയാഗ്രാജ്. ഓക്കെ, പ്രയാഗ്രാജ് എടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ TGT ആൻഡ് PGTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 73, 81 ആയിരുന്നു. 73, 81 ആണ് പ്രയാഗ്രാജിന്റെ കട്ട് ഓഫ്. അവിടെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം എപ്പോഴും കൂടുതലുമായിരിക്കും പ്രയാഗ്രാജിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 73, 76 ആയിരുന്നു.
ഓക്കെ, ഹൈ കട്ട് ഓഫ്, ഏറ്റവും ഹൈ കട്ട് ഓഫ് ആയിരുന്നു PRTയുടെ കട്ട് ഓഫ്. അത്രത്തോളം കട്ട് ഓഫ് വരും, കാരണം അത്രത്തോളം വേക്കൻസികളും ഒഴിവുകളും ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കൻസും ഉണ്ട്, ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസും ഉണ്ട്. അപ്പം ഇതാണ് മുൻ കാലഘട്ടങ്ങളിലെ റെയിൽവേയുടെ ഒരു ആവറേജ് കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്, എക്സാമുകളിൽ നടന്ന സ്ഥലങ്ങളിലെ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴ് ആ പാറ്റേൺ മീൻസ് ആപ്ലിക്കൻസിന്റെ എണ്ണവും എക്സാമിന്റെ ഡ്യൂറേഷനും എക്സാം നോട്ടിഫൈ ചെയ്ത ഡ്യൂറേഷനും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ആൾക്കാരുടെ ഈ മീൻസ് കോമ്പറ്റീഷൻ, അതായത് മത്സര വിധി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ അമിതമായിട്ട് അല്ലെങ്കിൽ അത്യധികം ആഗ്രഹിച്ച് പഠിക്കുന്നവര് ആ ഒരു രീതിയിൽ തന്നെ മാരകമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ പഠിക്കണം, അങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ കോച്ചിങ് സ്റ്റുഡൻറ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്ത് തീർക്കും. ഡോണ്ട് വറി. അതിനുള്ള സമയവും സന്ദർഭവും സാഹചര്യം എല്ലാം നമുക്കുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കട്ട് ഓഫും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് പഠനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് RRB റെയിൽവേ ടീച്ചറിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അഡ്മിഷനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ, അതായത് RRB റെയിൽവേ ടീച്ചറിന്റെയോ അല്ലെങ്കിൽ KVS ഒക്കെ അഡ്മിഷൻ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ, HSA നാച്ചുറൽ സയൻസിനോ LP UPക്കോ KTETനോ CTETനോ HSA ജനറൽ ബാച്ചിനോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ ഒക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിലൂടെ വാട്സാപ്പ് മെസ്സേജ് വഴി നിങ്ങൾക്ക് അന്വേഷിക്കുകയോ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഈ കട്ട് ഓഫും കൂടി ബേസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓരോ കട്ട് ഓഫ് നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു 10 മാർക്കും കൂടി നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നോക്കണമല്ലോ. അപ്പൊ 68 ആണെങ്കിൽ 78 മാർക്കിൽ 78-80 മാർക്ക് പിടിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ തീർച്ചയായിട്ടും നടത്തണം. കാരണം വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ട് അല്ലാത്ത റെയിൽവേയുടെ കോമൺ ബേസിലുള്ള ഒരു എക്സാം ആണ്. അപ്പം അത് നേടിയെടുക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. നേടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം 2026-27 നിങ്ങൾക്ക് ഒരു റെയിൽവേ ടീച്ചറായിട്ട് ഹൈ സാലറി, എബോവ് 1 lakh പ്ലസ് സാലറിയോട് കൂടി റെയിൽവേയുടെ മുഴുവനായിട്ടുള്ള എല്ലാ എന്താ പറയാ, അവരുടെ അതായിട്ടുള്ള ഫ്രീ റെയിൽവേ യാത്ര, അല്ലെങ്കിൽ ഫ്രീ ഹോസ്റ്റേജ്, ഫ്രീ സ്കൂള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു ടീച്ചറായിട്ട് മുന്നോട്ട് വരുവാൻ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഉഴപ്പാതെ പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഏതൊരു വിഷയം ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വർക്ക് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം കുറച്ച് വൈകിയാണെങ്കിൽ നമുക്ക് ലഭിക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം വന്ദേ മാതരം, ജയ് ഹിന്ദ്.